പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഫ്ലാഷ് ബാക്ക്. പുറത്ത് നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ എനിക്കുണ്ടായ സൈബർ അറ്റാക്കും ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. എന്റെ ഫാമിലിക്കുണ്ടായ വിഷമങ്ങളും അത് ജീവിതകാലം മുഴുവനും എന്നിൽ തന്നെ നിൽക്കും. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അതെന്തൊക്കെയാ? അത് പോകത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? കട്ടപ്പയുടെ സീന് അവള് പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുക. അനുമോ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അല്ല, ഇപ്പൊ പറ, പിറ്റേന്ന് കുത്തിക്കൊണ്ടിരിക്കുവന്ന ഞാൻ നിന്റെ പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്, നിന്നെ പറ്റി വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. നീ പറഞ്ഞോ എന്നെ പറ്റി? ഇല്ല. നീ എന്തിനാ പേടിക്കുന്നേ? പേടിക്കുന്നെന്ന് പറഞ്ഞ ഒരു പരിധി വരെ ഞാൻ കട്ടപ്പാന്ന് പറഞ്ഞ ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി വരെ കമന്റ് നോക്കി ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. എനിക്ക് കമന്റ് മാത്രമല്ല, ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്, ഓരോ മെസ്സേജ് വരുന്നുണ്ട്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇതിന് മുമ്പുള്ള എല്ലാ സീസണിലും ഇതുപോലെ ആൾക്കാർ എന്താ ഇങ്ങനെ സൈബർ ബുള്ളിങ് അവർ ഏറ്റിട്ടില്ലേ? ഇവര് വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. ഇടി, ഇതൊന്നും എന്റെ തലയിലോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ വിശ്വസിച്ചു. പക്ഷെ പുറത്തുള്ള ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നേ. ഇപ്പൊ കാണുന്നവർ പറയും അവൾ അങ്ങനത്തെ ഒരാളല്ല. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ തമാശ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, കട്ടപ്പാനൊക്കെ കമന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തമാശ രീതിയില്ല. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ, ഓരോരുത്തർ എന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയുന്നത് അറിയാം. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ എന്നെ മാത്രം പറയരുത്, നിനക്കും വേണമെങ്കിൽ മിണ്ടാമായിരുന്നു. കുട്ടിക്ക് മലയാളം അറിയാം. എടി, ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോഴേക്കും നീ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇന്ന് മുതൽ ഇപ്പം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കും, പഴയ കാര്യങ്ങൾ വിടുക. ഇപ്പം മുതൽ നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് മനസ്സിലായി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ ഒന്ന് എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു. മനസ്സിലാവേ ഇല്ല. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പുറത്തെനിക്കൊരു ലൈഫുണ്ട്. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. ഒരു കാര്യമില്ല, ഓരോ പേരെന്റെ തലയിലോട്ട് കേറുന്നത്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇതിനേക്കാൾ ഉറക്കെ ചങ്കു പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു രാത്രി മുഴുവൻ തിരിഞ്ഞു നോക്കിയില്ല ഇവരെ. എനിക്ക് എന്ത് വന്നോട്ട് കുഴപ്പമില്ല. എന്റെ അച്ഛനും അമ്മയും കരഞ്ഞോണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഇല്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കുറെ നേരത്തേക്ക് എന്നെ കളിയൊക്കെ ചിരിക്കലായിരുന്നു. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അനുവിനെ പോലെ PR കൊടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ നിന്നാണ്. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു കാര്യം, അനു പറഞ്ഞല്ലോ 16 ലക്ഷം 15 ലക്ഷം കൊടുത്താൽ കാരണം ഇവിടെ എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നല്ല അനു ബോധത്തോടെ ആലോചിച്ച് നോക്കാം. എന്റെ അടുത്ത് ശൈത്യടുത്തൊക്കെ അനു പറഞ്ഞതാ കറക്റ്റ് എമൗണ്ട്. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമേ തട്ടി മൂളിക്കണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. ഇല്ല ശൈത്യ പറഞ്ഞിട്ടില്ലേ? ഈ കണ്ണോണ്ട് ഇയാള് കണ്ട്, ഈ കാതോണ്ട് ഇയാള് കേട്ട്. അനു എല്ലാം ഒന്നും അറിയാത്ത ഒരു എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ
എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം എന്താട്ടാ. അതിലെ ആരാ തുടങ്ങിയത്? ഇത് അപ്പാനി ശരത്തേട്ടത് ബിൻസി ബെഡിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്ന ബെഡിൽ? നിങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ ബെഡില്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? നിങ്ങൾ 2 പേരും അന്ന് തെല്ലത്തി സൈഡ്, അക്ബർക്ക് ഇപ്പുറത്തെ സൈഡ്. ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ച് അവിടെ പോയിരിക്കുന്നുണ്ടില്ല എന്താ അല്ലേ അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? മൈക്ക് കിട്ടോ ഇല്ലല്ലോ, ചെവിക്കറിയാം. ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയുന്നു. ഞാൻ പറയലില്ല. എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നു അന്ന്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാ പോലും ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേണിയാടാ. നമുക്ക് സങ്കടം എടുക്കേണ്ടത് നീ എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നീ വെറും കള്ളക്കരച്ചിലും മാത്രമായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓതി തന്ന് പുറത്തെ PR കാര്യം ഓർമ്മ വന്നപ്പോ നീ കളി മാറ്റി കളിച്ച് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അന്ന് പറഞ്ഞ നീ വലിയ മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവ് കൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോർത്തോണ്ട് മാത്രമാണോ നീ ഇരിക്കുന്നത്? അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? അതിന്റെ കഴിവല്ല, നീ മനസ്സിലാക്കാത്. ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉണ്ടായിരുന്നത് ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നു സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ്? ഈ നാട്ടുകാരോട് കൂടി പറ, അവരും ഞാനും ഒന്ന് അറിയട്ടെ. നിനക്കറിയില്ല അല്ലേ? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. മനസ്സിലായി. അതിനെ പറഞ്ഞ് വഴികാട്ടി ചെന്നപ്പോഴാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചേ അതെനിക്ക് പറയാൻ താല്പര്യമില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. അവൻ തന്നെയായിരുന്നു എന്റെ PR. എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ വായിച്ചെന്നറിയാവോ? എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്ന് പറഞ്ഞിട്ട് കുറെ കട്ടപ്പയുടെ സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നീ എനിക്ക് പണിയുമായിരുന്നല്ലടാ, വെറുതെ ഇയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറയാനാണ് സാർ. ഞാൻ എന്തൊക്കെ ചെറ്റത്തരം കാണിക്കാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. എത്ര മോശമാക്കാവോ അത്ര മോശമാക്കിയിട്ടുണ്ട്. ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ആ കട്ടപ്പ, ഞാൻ വിഷം, ഞാൻ പാമ്പ്, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് അറിയാവോ നിനക്ക്? ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. നീ ഒറ്റ കാരണം എനിക്ക് എന്തോരം പ്രശ്നം അറിയാവോ? കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പറയാൻ നടന്നാണ്ടല്ലോ. നീയാണ് ഇവിടെ ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പോയ ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? അപ്പൊ ആ വാനിശേട്ടനെ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത്. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകേടുണ്ട് ഈ ലോകത്ത്. We people used to call it cheating. You know cheating. ആ മനുഷ്യൻ ഇത്ര ഹൈ ലെവലിൽ നിന്ന ഒരാളാ. ആളുടെ ഇമോഷൻ വെച്ചിട്ട് അവൾ കളിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാവരും ഹ്യൂമൻ ക്യാമറ വർഷം കുറെ ആയില്ലോടോ, താനിനി എന്താ നന്നാവുന്നേ? ഞാൻ ആലോചിക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഇമോഷൻ വെച്ച് കളിക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു.